അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ അജ്മഈൻ അമ്മാ ബഅദ് സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. അവ്വലൻ നുഹീകും ബിതഹിയ്യത്തിൽ ഇസ്ലാമിൽ ഖാലിദ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഈ വർഷത്തെ 12ാമത്തെ നോമ്പിലാണ് നമ്മൾ ഓരോരുത്തരും. അള്ളാഹു നമ്മൾ ചെയ്യുന്ന എല്ലാ നന്മയും അള്ളാഹുവിൻ്റെ മീസാനിൽ കനം തൂങ്ങുന്ന സ്വാലിഹായ കർമ്മമായി അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. വളരെ സന്തോഷത്തിലും എന്നാൽ ഒരു ചെറിയ ദുഃഖത്തോടു കൂടെയുമാണ് കഴിഞ്ഞ ദിവസത്തിലെ വൈകുന്നേരം മുതൽ നമ്മൾ ഓരോരുത്തരും. അതിന് കാരണം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ തൻ്റെ കുടുംബത്തെ പോറ്റാൻ വേണ്ടി നമ്മുടെ നാട്ടിൽ നിന്ന് പല സഹോദരിമാരും സഹോദരന്മാരും ഒരു ചാൺ വയറിൻ്റെ അന്നത്തിനു വേണ്ടി നാട് വിട്ട് പല ദേശങ്ങളിലേക്ക്, പല അറബ് നാടുകളിലേക്കുമൊക്കെ തൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രവാസിയായി തീർന്ന നമ്മുടെ സഹോദരി സഹോദരന്മാർ, അള്ളാഹു അവർക്ക് സമാധാനം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അതേ പ്രകാരം നമ്മുടെ നാട്ടിലുള്ള അവരുടെ ബന്ധുമിത്രാദികൾ, ബന്ധുജനങ്ങൾ, അള്ളാഹു അവർക്കും സമാധാനം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. കാരണം ഈ റമദാനിൻ്റെ പകലുകളിലും കരഞ്ഞുകൊണ്ടും വളരെ മാനസികമായ വിഷമങ്ങൾ അനുഭവിച്ചുകൊണ്ടും കഴിഞ്ഞുകൂടുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം റമദാനിന് വല്ലാത്ത പ്രാധാന്യമുണ്ട് എന്ന് അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമുക്കറിയാം, വിശുദ്ധ ഖുർആനിൽ റമദാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അള്ളാഹു നമ്മോട് സംസാരിക്കുന്നത് ഇപ്രകാരമാണ്: യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ ഈമാനുള്ള ആളുകളെ, വിശ്വാസികളെ, കുത്തിബ അലൈക്കുമുസ്സിയാം കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുൻപുള്ള ആളുകൾക്ക് നാം നോമ്പ് നിർബന്ധമാക്കിയിട്ടുണ്ട്, അതേ പ്രകാരം നിങ്ങൾക്കും നാം നോമ്പ് നിർബന്ധമാക്കി. എന്തിനു വേണ്ടിയാണ്? അള്ളാഹു പറയുന്നു, ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകുവാൻ വേണ്ടിയാണ് എന്ന് വിശുദ്ധ ഖുർആൻ. ഇവിടെ വിശ്വാസികളായ ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്, വിശ്വാസിയുടെ മനസ്സെപ്പോഴും സമാധാനമുള്ളതായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും റബ്ബിനോട് പ്രാർത്ഥിക്കുക, നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടി പ്രവാസികളായി തീർന്ന നാടും വീടും കൂട്ടുകാരും അയൽവാസികളെയും ബന്ധുമിത്രങ്ങളെയൊക്കെ വിട്ട് തൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രയാസപ്പെടുന്നവർക്ക് വേണ്ടി നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുക. കാരണം ഒരു തഖ്വയുള്ളവൻ്റെ, മുത്തഖിയുടെ മനസ്സ് എപ്പോഴും സമാധാനവും അതേപോലെ ശാന്തിയുള്ളതും സമാധാനം ആഗ്രഹിക്കുന്നവരുമായിരിക്കുമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഈ റമദാനിലൂടെ നമ്മൾ നേടിയെടുക്കേണ്ടത് അത്തരത്തിലൊരു തഖ്വയും കൂടെയാണ് എന്നത് നമ്മൾ മറക്കാതിരിക്കുക. മാത്രവുമല്ല, റമദാനിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യവും ആ തഖ്വ ജീവിതത്തിൽ നിലനിർത്തുക എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, അള്ളാഹു അവൻ്റെ ഖുർആനിലൂടെ നമ്മെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അതിൽപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ടതാണ് ഈ നോമ്പ് എന്നുള്ളത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പിനെ പറ്റി എന്താ പറഞ്ഞത്? നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ പലപ്പോഴും കേട്ടവരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ സ്വാമ റമളാന ഈമാനൻ വഹ്തിസാബ, ആരെങ്കിലും റമളാൻ മാസം നോമ്പ് നോറ്റു. എങ്ങനെയാ നോമ്പ് നോറ്റത്? അവൻ ഈമാനോടുകൂടി, ഇഹ്തിസാബോടുകൂടി. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് റസൂലുള്ളാഹി പറഞ്ഞത്. ഒന്ന്, ഈമാൻ ഉണ്ടായിരിക്കണം, വിശ്വാസം ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ ഇഹ്തിസാബ് ഉണ്ടായിരിക്കണം, അങ്ങേയറ്റം പ്രതീക്ഷിക്കണം. എൻ്റെ റബ്ബ്, കാരുണ്യവാനായ റബ്ബ് എനിക്ക് അള്ളാഹുവിൽ നിന്നുള്ള കരുണ തരും, എന്നെ സമാധാനിപ്പിക്കും, എനിക്ക് വേണ്ടുന്ന അനുഗ്രഹങ്ങൾ റബ്ബ് നൽകും, എൻ്റെ പ്രതിഫലം എനിക്ക് റബ്ബ് കൃത്യമായി വകവച്ച് നൽകും എന്ന ബോധം, എന്ന കൃത്യമായ തീരുമാനം നമുക്കുണ്ടായിരിക്കണം, വിചാരം നമുക്കുണ്ടായിരിക്കണം എന്നതാണ് ആ നോമ്പിലൂടെ നമ്മൾ നേടിയെടുക്കേണ്ടത്. എന്നിട്ട് റബ്ബിൻ്റെ പ്രവാചകൻ പറഞ്ഞു, അങ്ങനെ നോമ്പ് നോറ്റാൽ ഓഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, കഴിഞ്ഞുപോയ എല്ലാ പാപങ്ങളും അള്ളാഹു അവനിൽ നിന്ന് പുറത്തു തരുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ ജീവിതത്തിൻ്റെ
ഒരു വലിയ ഒരു മാറ്റം ഈ റമദാനിലൂടെ നമുക്കുണ്ടാക്കാൻ സാധിക്കേണ്ടതുണ്ട്. കാരണം നമ്മൾ പലപ്പോഴും റമദാനിൻ്റെ തുടക്കത്തിലൊക്കെയും നമ്മൾ തീരുമാനമെടുത്തിട്ടുണ്ടാകും, ഇൻഷാ അല്ലാഹ് ഈ റമദാനിൽ നന്നാവണം, ഈ റമദാൻ ഒരു മാറ്റത്തിൻ്റെ റമദാനായിരിക്കണം എന്ന് പലപ്പോഴും നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടാകും. പക്ഷേ തുടക്കത്തിലുണ്ടായിരുന്ന ആവേശം, തുടക്കത്തിൽ നമ്മളിൽ ഉണ്ടായിരുന്ന ആ ഒരു ഈമാനിക പവർ അത് ഇപ്പോഴും നമ്മളിലുണ്ടോ? ഈ ഒരു സമയത്ത് എത്തി നിൽക്കുമ്പോൾ, പകുതിക്കടുത്ത് നിൽക്കുന്ന സമയത്ത് നമ്മളിൽ അത് എത്തിയിട്ടുണ്ടോ, ഉണ്ടായിട്ടുണ്ടോ എന്നത് വളരെ ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസികളെ, എനിക്ക് നിങ്ങളോട് എന്നോടും സൂചിപ്പിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും പരമപ്രധാനമായ കാര്യം അള്ളാഹു പറഞ്ഞത് തന്നെയാണ്. അതെന്താണ്? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ ജീവിതത്തിൽ തഖ്വ നിലനിർത്തുക എന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നത്. നോക്കൂ നിങ്ങൾ, പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന അർളുഹാ കഅർളിസ് സമാവാതി വൽ അർദ് ഉഇദ്ദത് ലിൽ മുത്തഖീൻ. അള്ളാഹു പറയുന്നതാണ്, വസാരിഉ, നിങ്ങൾ വേഗം വാ, നിങ്ങൾ ധൃതിപ്പെട്ടുകൊണ്ട് മുന്നോട്ട് വാ. അള്ളാഹുവിൻ്റെ അടിയാറുകളായ അടിമകളായ നമ്മളെ അള്ളാഹു വിളിക്കുന്ന ഒരു രൂപമാണ്. നിങ്ങളൊന്ന് വേഗം എൻ്റെ അടുത്തേക്ക് വാ. എങ്ങനെ വരേണ്ടത്? നിങ്ങൾ ധൃതിപ്പെട്ടുകൊണ്ട് വരണം. കാരണം എന്താണ്? അള്ളാഹുവിൻ്റെ ഖുർആൻ പറയുന്നത്, അള്ളാഹു നിങ്ങളെ വിളിക്കുന്നത് രണ്ട് കാര്യങ്ങളിലേക്കാണ്. ഒന്ന് ഇലാ മഗ്ഫിറ, അള്ളാഹുവിൻ്റെ പാപമോചനമാണ്. അല്ലെ, റമദാനിൻ്റെ സമയം അത്രയും പാപമോചനത്തിൻ്റെ സമയമാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിക്കുന്നത് എന്താണ്? ഈ റമദാനിൽ നോമ്പ് നോറ്റുകൊണ്ട് ഒരു വിശ്വാസി റബ്ബിനോട് പകൽ സമയം അത്രയും, റമദാനിൻ്റെ നോമ്പ് തുടങ്ങിയത് മുതൽ ഫിത്ർ വരെ അഥവാ നോമ്പ് തുറക്കുന്നത് വരെ ഏതൊരു പ്രാർത്ഥന ഒരു വിശ്വാസി ചൊല്ലിയാലും പറഞ്ഞാലും റബ്ബിനോട് തേടിയാലും അത് അള്ളാഹു കേൾക്കാൻ തയ്യാറാണ്. ആ സമയത്ത് അസ്തഗ്ഫിറുല്ലാഹ്, റബ്ബേ എൻ്റെ പാപങ്ങളൊന്ന് പൊറുക്കണേ നാഥാ, എന്നോട് കരുണ കാണിക്കണേ റബ്ബേ, എനിക്ക് സമാധാനമേകണേ റബ്ബേ എന്ന് പ്രാർത്ഥിക്കുക നമ്മൾ. അതോടൊപ്പം തന്നെ അള്ളാഹു പറഞ്ഞു, റബ്ബിൻ്റെ പാപമോചനത്തിലേക്കാണ് റബ്ബ് ക്ഷണിക്കുന്നത്. അതേപോലെ തന്നെ മിർ റബ്ബിക്കും വജന്ന, അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്കും നിങ്ങളെ റബ്ബ് ക്ഷണിക്കണേ. കാരണം അള്ളാഹുവിൻ്റെ സ്വർഗത്തിൻ്റെ വിശാലത എത്രയാണ്? ആകാശഭൂമികളെക്കാളും വിശാലമാണ് ആ സ്വർഗമെന്ന് അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ. എന്നിട്ട് റബ്ബ് പറഞ്ഞത് ഉഇദ്ദത് ലിൽ മുത്തഖീൻ, ആ സ്വർഗം ആർക്ക് വേണ്ടിയാ? അത് തഖ്വയുള്ള ആളുകൾക്ക് വേണ്ടിയാണ് എന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ. നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹു സ്വർഗം പണി കഴിപ്പിച്ചിട്ടുള്ളത് തഖ്വയുള്ളവർക്ക് വേണ്ടിയാണ്. അള്ളാഹു റമദാനിൽ നോമ്പെടുക്കാൻ പറഞ്ഞത് തഖ്വയുണ്ടാകാൻ വേണ്ടിയാണ്. അപ്പം നമ്മുടെ റബ്ബ്, നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളുടെ കാര്യങ്ങൾ കൃത്യമായി അറിയുന്ന, നമ്മെ ഏറെ ഇഷ്ടപ്പെടുന്ന, മറ്റാരേക്കാളും ഏറെ നമ്മുടെ കാര്യങ്ങൾ തിരക്കുന്ന നമ്മുടെ റബ്ബ് നമുക്ക് വേണ്ടി തയ്യാറാക്കിയ ആ സ്വർഗം അത് തഖ്വയുള്ളവർക്കാണ് എന്ന് സൂചിപ്പിച്ചിട്ട് റമദാൻ നമ്മളിലേക്ക് തന്നത് എന്തിനു വേണ്ടിയാ? കൃത്യമായ തഖ്വ നിലനിർത്തുവാൻ വേണ്ടിയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, പല ആളുകളും ഇന്ന് അള്ളാഹുവിൻ്റെ വിധിക്കുത്തരം നൽകിക്കൊണ്ട് 6 അടി മണ്ണിലാണ്. കഴിഞ്ഞ റമദാനിൽ ഉണ്ടായിരുന്ന പലരും ഇന്ന് നമ്മുടെ കൂടെ ഇല്ല. ഈ റമദാന്റെ തുടക്കത്തിൽ ഉണ്ടായിരുന്നവരിൽ പലരും ഇന്നും നമ്മുടെ കൂടെ ഇല്ല. അത് നമ്മുടെ കൂട്ടുകാരുണ്ടാകും, വേണ്ടപ്പെട്ടവരുണ്ടാകും, മാതാപിതാക്കളുണ്ടാകും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കേ, അള്ളാഹുവിൻ്റെ വലിയ വലിയ അനുഗ്രഹത്തിലാണ് നമ്മൾ ഓരോരുത്തരും. കാരണം ഇത്രയും ദിവസം അള്ളാഹു നമുക്ക് ആയുസ് നൽകിയിട്ടുണ്ട്. ഈ സമയത്തോളവും അള്ളാഹു നമുക്ക് നീട്ടിയിട്ട് തന്നേക്കാണ്. നീ ഒന്ന് ജീവിക്ക്, ആ ജീവിതത്തിൽ തഖ്വ നീ കൈകൊള്ളു, നീ ഒന്ന് റബ്ബിന്റെ മാർഗത്തിലൊന്ന് അള്ളാഹുവിന് വേണ്ടി ഒന്ന് പ്രവർത്തിക്ക്. നിനക്ക് തന്നിരിക്കുകയാണ് റബ്ബ്, അല്ലേ? അള്ളാഹു നമുക്ക് തന്നിരിക്കുകയാണ് ഈ റമദാൻ. ആ റബ്ബ് തന്നത് തട്ടിത്തെറിപ്പിച്ച് മാറ്റാൻ നമ്മൾ ആരും തയ്യാറെടുക്കരുത് സഹോദരന്മാരെ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പള്ളിയുടെ മിമ്പറിലേക്ക് കയറുമ്പോൾ അള്ളാഹിൻ്റെ പ്രവാചകൻ ഇങ്ങനെ ആമീൻ പറഞ്ഞു. അതിൽ ആമീൻ പറഞ്ഞത് കാരണം സ്വഹാബിമാർക്ക് ഇതുവരെ കേൾക്കാത്ത ഒരു രീതിയാണത്. റസൂലുള്ളാഹി ഇതുവരെ മിമ്പറിൽ കയറുമ്പോൾ ആമീൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ പ്രവാചകനോട് ചോദിച്ചു, എന്താ റസൂലേ ആമീൻ പറഞ്ഞത്? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി എന്താ? എൻ്റെ അടുക്കൽ മലക്ക് ജിബ്രീൽ വന്നു, എന്നോട് 3 കാര്യങ്ങൾ പ്രാർത്ഥിച്ചു, ആ സമയത്ത് ഞാൻ ആമീൻ പറഞ്ഞതാണ്. എന്തൊക്കെയാണ് റസൂലെ താങ്കളോട് ജിബ്രീൽ പറഞ്ഞത്? പ്രാർത്ഥന എന്തൊക്കെയാ? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താ? ഒന്ന്, മൻ അദ്റക റമളാൻ, ആർക്കെങ്കിലും റമളാൻ കിട്ടി പക്ഷേ
ഫലം യുഗ്ഫർ ലഹു, എന്നിട്ടും അവൻ്റെ പാപങ്ങളൊന്നും പൊറുക്കാതെയാണ് ആ റമദാൻ അവനിൽ നിന്ന് കഴിഞ്ഞു പോയതെങ്കിൽ അള്ളാഹുവിൻ്റെ പ്രവാചകനോട് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചു, അവനിക്ക് ആ റമദാൻ കൊണ്ടൊരു ഉപകാരമില്ല, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് അവൻ അകലെയാണ് എന്ന് മലക്ക് ജിബ്രീൽ പ്രാർത്ഥിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആമീൻ പറഞ്ഞു. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മൾ പ്രാർത്ഥിക്കുന്നത് പോലെയല്ല, മലക്കാണ് പ്രാർത്ഥിച്ചത്. അതാരാ പ്രാർത്ഥിച്ചത്? മലക്ക് നാമൂസുൽ അമീൻ, അള്ളാഹുവിൻ്റെ അടുക്കൽ മലായിക്കത്തുകൾ ഏറ്റവും സ്ഥാനമുള്ള, അള്ളാഹുവിൻ്റെ അർഷിൻ്റെ അവിടെ വരെ സ്ഥാനമുള്ള മലക്കുകളുടെ നേതാവായിക്കൊണ്ട് റബ്ബ് പരിചയപ്പെടുത്തിയ ആ മലക്കാണ്, വഹീൻ്റെ വാഹകനായ മലക്കാണ് പ്രാർത്ഥിച്ചത്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം പറയാൻ വേണ്ടി ആമീൻ ചൊല്ലിയതാരാ? അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. മനുഷ്യരിൽ ഏറ്റവും ഉത്തമനാണ്, പ്രവാചകന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠനാണ്, മനുഷ്യന്മാരിൽ ഏറ്റവും നല്ല സ്വഭാവത്തിനുടമയാണ് എന്ന് അള്ളാഹു പറഞ്ഞ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ആമീൻ പറഞ്ഞത്. അള്ളാഹു തട്ടാത്ത പ്രാർത്ഥന, അള്ളാഹു ഒരിക്കലും ഒഴിവാക്കാത്ത ദുആ, ആ പ്രാർത്ഥനയ്ക്ക് നമ്മൾ ഉൾപ്പെടുമോ, നമ്മൾ അതിൻ്റെ അർഹരായി തീരുമോ എന്നത് നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കുക. അതുകൊണ്ട് റമദാൻ തന്നത് അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. ഈ ആയുസ് നൽകിയത് അള്ളാഹുവിൻ്റെ വലിയ ഒരു അപാരമായ നിഅമത്താണ്. ആ നിഅമത്തിനെ നമ്മൾ നഷ്ടപ്പെടുത്തി കളയരുത് എന്നത് വളരെ ഗൗരവമായി സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത്, അള്ളാഹുവിൻ്റെ റമദാനിൽ നിങ്ങൾ നോമ്പെടുത്താൽ നിങ്ങൾക്ക് ഉണ്ടാകാനുള്ളത് തഖ്വയാണ്. ഈമാനോടുകൂടി നോമ്പെടുത്താൽ തഖ്വയുണ്ടാകും. അള്ളാഹു സ്വർഗം ഉണ്ടാക്കിയത് ആർക്ക് വേണ്ടിയാ? അതും തഖ്വയുള്ളവർക്ക് വേണ്ടിയാണ് എന്ന് പരിശുദ്ധ ഖുർആൻ. എന്നിട്ട് റബ്ബിൻ്റെ ഖുർആൻ തഖ്വയുള്ളവൻ്റെ പ്രത്യേകതകൾ ഇങ്ങനെ പറയുന്നുണ്ട്. ആരാ തഖ്വയുള്ളവൻ? നമ്മളൊക്കെ ഇങ്ങനെ പറയും നീ മുത്തഖിയാവണം അല്ലെങ്കിൽ തഖ്വയാകണം എന്ന് പറയുമ്പോൾ എങ്ങനെയാ തഖ്വ ഉണ്ടാക്കുക? അതും അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ നമ്മോട് സൂചിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിൻ്റെ ഖുർആൻ നമ്മോട് പറയുന്നത് അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാഇ, വിഷമുണ്ടാകുമ്പോഴും സന്തോഷം ഉണ്ടാകുമ്പോഴും അള്ളാഹിൻ്റെ മാർഗത്തിലേക്ക് ചെലവഴിക്കുന്നവരാണ് തഖ്വയുള്ളവൻ്റെ ഒന്നാമത്തെ ലക്ഷണം. അതായത് നമ്മളിങ്ങനെ പള്ളിയിൽ തറാവീഹിനൊക്കെ പോകുമ്പോൾ, സുബഹിക്ക് പള്ളിയിൽ പോകുമ്പോൾ, ളുഹറിനും അസറിനും ഒക്കെ ഇങ്ങനെ പള്ളിയിൽ പോകുമ്പോൾ നമ്മളോട് പല ആളുകളും പല പള്ളിയുടെ വാതിക്കൽ നിന്നും നമ്മളോട് യാചിക്കാറുണ്ട്, അല്ലെങ്കിൽ പള്ളിയിൽ ഇങ്ങനെ വിളിച്ചു പറയാറുണ്ട്, ഇന്നൊരു സ്വതക്കയുണ്ട് കൊടുക്കണമെന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നത് എല്ലാ ദിവസവും പിരിവാണല്ലോ, എല്ലാ ദിവസവും ഇങ്ങനെ തന്നെയാണല്ലോ എന്ന് ചോദിക്കുന്നുവെങ്കിൽ സഹോദരന്മാരെ, നമ്മുടെ ഈമാനിൻ്റെ കുറവാണത്. അള്ളാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞത് എന്താ? തഖ്വയുള്ളവൻ്റെ ലക്ഷണം എന്താ? ഫിസ്സറാഇ വല്ലറാഇ, അവന് ഉള്ളപ്പോഴും അതേപോലെ തന്നെ സന്തോഷാവസ്ഥയിലും വിഷമഘട്ടത്തിലും അള്ളാഹിൻ്റെ മാർഗത്തിലേക്ക് ചെലവഴിക്കുന്നവരാണ്. ഇല്ലാത്തപ്പോഴെങ്ങനെ ചെലവഴിക്കുക എന്ന് പലപ്പോഴും നമ്മൾ ചോദിക്കാറുണ്ട്. ഉള്ളപ്പോൾ കൊടുക്കാൻ നമുക്ക് മടിയില്ല, അല്ലേ? നമ്മുടെ കയ്യിൽ ഒരു 10 രൂപ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് 1 രൂപ ഒരാൾക്ക് കൊടുക്കാൻ നമുക്കൊരു പ്രയാസമില്ല. എന്നാൽ ഒന്നും ഇല്ലാത്തപ്പോഴെന്താ കൊടുക്കുക? അള്ളാഹിൻ്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്, എന്ത്? സിലത്തുൽ വജ്ഹി സ്വദഖ, പുഞ്ചിരിക്കുന്ന മുഖം ഒരു സ്വദഖയാണ്. അതേപോലെ തന്നെ കലിമത്തുൻ ത്വയ്യിബ, നല്ല സംസാരം, അതൊരു സ്വദഖയാണ്. എല്ലാവരോടും നല്ലത് സംസാരിക്കുക, പുഞ്ചിരിച്ചുകൊണ്ട് സംസാരിക്കുക, മറ്റുള്ളവരെ ആക്ഷേപിക്കാതെ, മറ്റുള്ളവരുടെ മാനസികമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ, മറ്റുള്ളവർക്കിടയിൽ ഭിന്നത ഉണ്ടാക്കാതെ, ഛിദ്രത ഉണ്ടാക്കാതെ നല്ല രീതിയിൽ മാന്യമായിട്ടുള്ള സംസാരം സ്വദഖയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മസ്ജിദുൻ നബവിയിൽ ഇരിക്കുന്ന സന്ദർഭം, ആ സമയത്ത് ഒരു ആൾ പ്രവാചക അടുക്കലേക്ക് കടന്നു വന്നു. അയാൾ മുസ്ലിമാണെന്നോ അമുസ്ലിമാണെന്നോ എന്നും ഹദീസിലും ഇവിടെയും കാണുന്നില്ല. പക്ഷേ ഒരാൾ കടന്നു വന്നു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, മുഹമ്മദ് അത്അമിനി, മുഹമ്മദേ എനിക്ക് ഭക്ഷണം കഴിക്കണം, ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, മദീനയിലെ കിരീടം വെക്കാത്ത, മദീനയിലെ രാജാവായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്ന് പരിഭ്രാന്തപ്പെട്ടു. കാരണം എന്താണ്? റസൂലുള്ളാഹിന്റെ കയ്യിൽ ഒന്നുമില്ല. പ്രവാചകൻ തൻ്റെ അടുത്തുണ്ടായിരുന്ന അലി റളിയല്ലാഹു അൻഹുവിനെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു. ആയിഷ ബീവിയുടെ കയ്യിൽ, ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ, അതേപോലെ തന്നെ പ്രവാചകന്റെ മറ്റു ഭാര്യമാരുടെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു. എന്നിട്ട് ചോദിച്ചു, എന്തെങ്കിലും ഉണ്ടോ ഈ വന്ന ആൾക്കൊന്ന് സൽക്കരിക്കാൻ, ഭക്ഷണം കൊടുക്കാനെന്ന് ചോദിച്ചു. ആ സഹാബി അലി റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ ഭാര്യമാരുടെ, നമ്മുടെ ഉമ്മമാരുടെ വീട്ടിലേക്ക് കയറി ഇറങ്ങി ചോദിച്ചു, ഭക്ഷണം എന്തെങ്കിലും ഉണ്ടോ കഴിക്കാൻ? എല്ലാ ഭാര്യമാർക്കും ഒരേ മറുപടിയാണ്. എന്താണ്? ഒന്നുമില്ല കഴിക്കാൻ. ഒരു ഗ്ലാസ് വെള്ളം പോലും അല്ലാതെ, വെള്ളമല്ലാതെ ചാരക്ക പോലും എടുക്കാനില്ലാത്ത വീടുകളായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീടുകൾ. എന്നിട്ട് ആ സഹാബി തിരിച്ചു വന്നു. അലി റളിയല്ലാഹു അൻഹു സങ്കടത്തോടെയാണ് തിരിച്ചു വന്നത്.
അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇല്ല റസൂലേ, ഒന്നുമില്ല കൊടുക്കാൻ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ കൂടെ ഉണ്ടായിരുന്ന സഹാബിമാരോട് ചോദിച്ചു, ആരെങ്കിലും ഉണ്ടോ നിങ്ങളുടെ കൂട്ടത്തിൽ ഈ സാധുവിനെ ഒന്ന് ഭക്ഷിപ്പിക്കാനെന്ന് ചോദിച്ചു. റസൂലുള്ളാഹിന്റെ സദസ്സിൽ നിന്ന് ഒരു സഹാബി, അൻസാരിയായ സഹാബി എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് അദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഞാൻ കൊണ്ടുപോയിക്കോളാം ഹബീബെ, ഞാൻ കൊണ്ടുപോയിക്കോളാം അയാളെ എന്ന് പറഞ്ഞു. എന്നിട്ട് അയാളെയും കൂട്ടി തൻ്റെ വീട്ടിലേക്ക് ചെന്നു. ആ സന്ദർഭം നമ്മൾ നോക്കേണ്ടതുണ്ട്. കാരണം അദ്ദേഹം വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അദ്ദേഹത്തിന് അറിയില്ല വീട്ടിൽ എന്തത്തെ അവസ്ഥ എന്താണ്. അദ്ദേഹം വീട്ടിലേക്ക് ചെന്നു. രാത്രി ഇശാ നമസ്കാരത്തിന് ശേഷമാണ് വീട്ടിലെത്തുന്നത്. ആ സന്ദർഭത്തിൽ തൻ്റെ വീട്ടുകാരിയോട്, ഭാര്യയോട് ചോദിക്കുന്നുണ്ട് അൻസാരി സഹാബി, എന്തെങ്കിലും ഉണ്ടോ? പ്രവാചകന്റെ അതിഥിയാണ്, ലൈഫുർ റസൂലില്ല, റസൂലുള്ളാഹിന്റെ അതിഥിയാണ് വന്നേക്കണത്, ഭക്ഷണം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഭാര്യ പറഞ്ഞത്, മക്കൾക്ക് കൊടുക്കാനുള്ള 2 റൊട്ടിയേ ഉള്ളൂ, ആ മക്കളാണെങ്കിലോ വിശന്നിരിക്കുകയാണ്. അപ്പോൾ ഭർത്താവായ അൻസാരി സഹാബി പറഞ്ഞു, മക്കൾക്ക് നീ എന്തെങ്കിലും പറഞ്ഞ് വെള്ളം കൊടുത്ത് കാരക്ക് കൊടുത്ത് കിടത്തി ഉറക്ക്, അവരെ കിടത്തി ഉറക്ക്, സമാധാനിപ്പിച്ച് ഉറക്ക്, നമുക്ക് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പോഴും ഭാര്യ പറയുന്നുണ്ട്, വീട്ടിൽ 2 റൊട്ടിയേ ഉള്ളൂ, അതും മക്കൾക്കുള്ളതാണ്, ഇല്ല എങ്കിൽ അയാൾക്കും നമുക്കും കൂടെ കഴിക്കാനില്ല എന്ന് പറഞ്ഞപ്പോൾ അൻസാരി സഹാബി എന്താ ചെയ്തത്? അദ്ദേഹം തൻ്റെ ഭാര്യയോട് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ പാത്രത്തിൽ നീ വിളമ്പി വെക്കുക, ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ നീ വിളക്കണക്കുക, നമ്മൾ 2 പേരും ഇരുന്നുകൊണ്ട് 3 പേരും ഇരുന്നുകൊണ്ട് ഭക്ഷണം കഴിക്കാം, നമ്മൾ 2 പേരും കൈകൊണ്ട് ആംഗ്യം കാണിച്ചാൽ മതി, അദ്ദേഹം വിചാരിച്ചോളും നമ്മളും കഴിക്കുകയാണെന്ന് വിചാരിച്ചോളും. അങ്ങനെ ആ ദിവസം കഴിഞ്ഞുപോയി. അദ്ദേഹം സുഭിക്ഷമായി ഭക്ഷണം കഴിച്ചു. പിറ്റേന്ന് സുബഹി നമസ്കാരത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിൽ സുബഹി കഴിഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിലെ ആയത്ത് ഇങ്ങനെ ഓതുകയാണ്, വലൗ കാന ബിഹിം ഖസാസ വമൻ യൂക ശുഹ നഫ്സിഹി ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. അള്ളാഹുവിന്റെ ഖുർആനിലെ ആയത്ത് ഇറങ്ങുകയാണ്. എന്താണ് അള്ളാഹു പറഞ്ഞത്? തങ്ങൾക്ക് ദാരിദ്ര്യമുണ്ടായാൽ പോലും, പ്രയാസമുണ്ടായാൽ പോലും സ്വദേഹങ്ങളെക്കാൾ മറ്റുള്ളവർക്ക് പ്രാധാന്യം നൽകുന്നവരാണ് വിശ്വാസികൾ. ഏതൊരാൾ തൻ്റെ മനസ്സിൻ്റെ പിശുക്കിൽ നിന്ന്, ഹൃദയത്തിൻ്റെ ലുബ്ധതയിൽ നിന്ന് രക്ഷപ്പെട്ടുവോ, കാത്തു സംരക്ഷിക്കപ്പെട്ടുവോ, അത്തരക്കാർ തന്നെയാകുന്നു വിജയം പ്രാപിച്ചവരെന്ന് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇത് ചെയ്യണമെന്ന് നിർബന്ധ ബുദ്ധിയാൽ സൂചിപ്പിക്കുകയല്ല, മറിച്ച് അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ സ്വഹാബിമാര് അവർ തനിക്കുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും മറ്റുള്ളവരുടെ കാര്യങ്ങൾ, മറ്റൊരാളുടെ പാവപ്പെട്ടവന്റെ, സാധുവായ ഒരു ഭക്ഷണം കഴിക്കാത്ത, ഒരു നേരത്തെ ഭക്ഷണമില്ലാത്തവരുടെ കാര്യങ്ങൾ അങ്ങേയറ്റം ശ്രദ്ധിച്ചിരുന്നു. അതാണ് മുത്തഖീങ്ങളുടെ, തഖ്വയുള്ളവരുടെ ലക്ഷണമെന്ന് വിശുദ്ധ ഖുർആൻ. അതാണ് ഖാലിമീനൽ ഗൈള, അതേപോലെ തന്നെ വൽ ആഫീന അനിൻ നാസ്, ജനങ്ങൾക്ക് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചതുപോലെ അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാ, അവർ അള്ളാഹുവിന് വേണ്ടി അള്ളാഹിന്റെ മാർഗത്തിൽ വിഷമഘട്ടത്തിലും സന്തോഷഘട്ടത്തിലും അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ചെലവഴിക്കുന്ന ആളുകളാണ് എന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചത്. ഇത് തഖ്വയുള്ളവരുടെ ഒരു ലക്ഷണമാണ്. രണ്ടാമതൊരു ലക്ഷണമുണ്ട്, അത് നമ്മളേവരും ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതാണ്. എന്താണ് തഖ്വയുള്ളവരുടെ രണ്ടാമത്തെ ഗുണം? ഖാലിമീനൽ ഗൈള, ഹൃദയത്തെ ദേഷ്യത്തിൽ നിന്ന്, പിടിവാശികളിൽ നിന്ന്, കോപത്തിൽ നിന്ന് പിടിച്ചു നിർത്തുന്ന, നിയന്ത്രിക്കുന്ന ആളുകളായിരിക്കും തഖ്വയുടെ ആളുകൾ എന്ന് അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല. നമുക്കറിയാം, ദേഷ്യം വരിക എന്നുള്ളത് മനുഷ്യ സ്വാഭാവികമാണ്. ഒരാൾക്ക് ദേഷ്യം വരുന്നില്ല, എത്ര അവനോട് ഉപദ്രവം കാണിച്ചാലും, മോശപ്പെട്ട രീതിയിൽ സംസാരിച്ചാലും ദേഷ്യമേ വരുന്നില്ല എങ്കിൽ അവനിക്ക് മാനസികമായ എന്തോ തകരാറുണ്ടെന്ന അർത്ഥം. അപ്പോൾ മനുഷ്യന്റെ സ്വഭാവമാണ്, നൈസർഗികമായ സ്വഭാവമാണെന്ത്? ദേഷ്യം പിടിക്കുക എന്നുള്ളത്. സ്വാഭാവികമായിട്ടും അവനത് പ്രകടിപ്പിക്കും. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയും ചില സന്ദർഭങ്ങളിൽ ദേഷ്യം പിടിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹിന്റെ മുന്നിൽ പ്രയാസഘട്ടങ്ങൾ സഹാബിമാര് കാണിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ ചുവന്ന കണ്ണുകളോടുകൂടി, വിവർണമായിട്ടുള്ള മുഖത്തോടുകൂടി, പരുക്കമായ ശബ്ദത്തോടുകൂടി പ്രവാചകനിക്ക് സംസാരിക്കേണ്ടി വരുന്ന രംഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവിടങ്ങളിലൊക്കെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ സ്വീകരിച്ച നിലപാടെന്താണ്? റസൂലുള്ള പഠിപ്പിക്കുന്ന ഹദീസുകൾ കാണാൻ സാധിക്കും. ലൈസ ശദീദു ബിസ്സുറഅ ഇന്നമ ശദീദു അല്ലദീ യംലികു നഫ്സഹു ഇൻദൽ അളബ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സൂചിപ്പിക്കുകയാണ്, ഒരു മത്സരത്തിൽ, ദ്വന്ദ്വയുദ്ധത്തിൽ, മുഷ്ടിയുദ്ധത്തിൽ തൻ്റെ എതിരാളിയെ, ബോക്സിങ്ങിൽ തൻ്റെ എതിരാളിയെ മലർത്തിയടിക്കുന്നവനല്ല ശക്തൻ. ആരാണ് ശക്തൻ? അള്ളാഹുവിൻ്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ഇന്നമ ശദീദു അല്ലദീ യംലികു നഫ്സഹു ഇൻദൽ അളബ്. ദേഷ്യം വരുമ്പോൾ, കോപമുണ്ടാക്കും, അല്ലെങ്കിൽ താൻ പറയേണ്ടി വരും, മോശമായി സംസാരിക്കേണ്ടി വരും എന്നൊരു രംഗമുണ്ടാകുമ്പോൾ
ഹൃദയത്തെ നിയന്ത്രിച്ചവനാണ് ഏറ്റവും നല്ല ശക്തനെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് സൂചിപ്പിക്കുകയാണ്. സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കുക, അള്ളാഹു തന്ന ഈ ഒരു ജീവിതത്തിൽ നമ്മൾ നേടിയെടുക്കേണ്ടുന്ന ഏറ്റവും വലിയ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ക്ഷമ എന്നുള്ളത്. ആ പേഷ്യൻസ് നമ്മുടെ സ്വഭാവത്തിൽ വരുത്തുക, ആ ഒരു ക്ഷമ നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തുക. എങ്കിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പരിശുദ്ധ ഖുർആനും പഠിപ്പിച്ച അള്ളാഹുവിൻ്റെ ഈ റമളാൻ കൊണ്ട് നമ്മൾ നേടിയെടുക്കേണ്ടുന്ന തഖ്വ നമ്മുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകും. അല്ല എങ്കിൽ ഈ റമളാൻ കൊണ്ട് നമുക്കൊരു ഗുണവും ഉണ്ടാവില്ല. ലോകത്ത് വരുമ്പോൾ റബ്ബ് റമളാനിൽ ജീവിക്കാൻ ആയുസ് നൽകിയിട്ട് എന്തേ നീ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ, റബ്ബേ ആത്മാർത്ഥമായി ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല റബ്ബേ, തഖ്വ ജീവിതത്തിൽ നിലനിർത്താൻ സാധിച്ചില്ല റബ്ബേ, തീരുമാനങ്ങളൊക്കെ എടുത്തു റബ്ബെ തുടക്കത്തിൽ, പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ അതൊക്കെ പാളിപ്പോയി റബ്ബേ എന്ന് നിരാശയോടുകൂടി തലകുനിച്ചുകൊണ്ട് റബ്ബിൻ്റെ മുന്നിൽ നിൽക്കേണ്ടി വരുന്ന ഒരു ദുരവസ്ഥ നമുക്കുണ്ടാകരുത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ അള്ളാഹുവിനെ കൃത്യമായി സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന തഖ്വയുള്ള മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറുൽ മുദ്നിമീൻ. ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.